പൊതുവെ എനിക്ക് കേരളത്തിന് പുറത്ത് ഇന്ത്യയിൽ വേറെ എവിടെ പോകാനും വലിയ താല്പര്യമൊന്നും ഉണ്ടാവാറില്ല. പക്ഷേ കുറേ കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഹൈദരാബാദ് ഒന്ന് പോകണം എന്നുള്ളത്. അതിയായൊരു ആഗ്രഹം മനസ്സിൽ ഒരുപാട് നാളായിട്ടുണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഒരു ദിവസം സാധിക്കുന്നതാണല്ലോ. വിസയുടെ ആവശ്യത്തിന് ഞങ്ങൾക്ക് ഹൈദരാബാദ് പോകേണ്ടി വന്നു. പോയ കാര്യം ഭംഗിയായിട്ട് നടന്നെങ്കിലും അങ്ങനെ വെറുതെ പോയി തിരിച്ചു വരാൻ പറ്റില്ലല്ലോ. വൈകിട്ട് 6 മണിക്കാണ് നമുക്ക് ഹൈദരാബാദിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള ഫ്ലൈറ്റ്. അതുകൊണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള സമയം നമുക്ക് ഹൈദരാബാദ് തെരുവുകളിലൂടെ സഞ്ചരിക്കാം. അതിനു മുന്നേ വിശപ്പ് മാറ്റാമെന്ന് വിചാരിച്ച് ഞങ്ങൾ എത്തിപ്പെട്ടത് KFCൻ്റെ മുന്നിലാണ്. പക്ഷേ അത് തുറന്നിട്ടില്ലാത്തതുകൊണ്ട് തൊട്ടടുത്തുള്ള ബർഗർ കിങ് കയറി എന്തൊക്കെയോ വാങ്ങിച്ചു കഴിച്ചു. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. പോരാത്തതിന് അവിടുത്തെ സർവീസും പറ്റ പോക്കായിരുന്നു. എന്നാൽ കുഴപ്പമില്ല, ഇനി നമുക്ക് ഉച്ചയ്ക്ക് ബിരിയാണി പിടിക്കാമെന്ന് പറഞ്ഞ് നമ്മൾ ആദ്യം അവിടെ നിന്ന് പോയത് സെക്രട്ടേറിയറ്റ് കാണാനായിട്ടാണ്. നമുക്ക് അകത്തൊന്നും കയറാൻ പറ്റില്ല, പക്ഷേ പുറത്തുനിന്ന് ഇതേപോലെ കണ്ടിട്ട് പോരാം. ഈ സെക്രട്ടേറിയറ്റ് കോംപ്ലക്സിൻ്റെ അടുത്ത് തന്നെയാണ് ഡോക്ടർ BR അംബേദ്കറിൻ്റെ സ്റ്റാച്യു ഉള്ളത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ അംബേദ്കറിൻ്റെ സ്റ്റാച്യു ഉള്ളത് എവിടെയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് ഹുസൈൻ സാഗർ ലേക്ക് കാണാനാണ്. ഈ ലേക്കിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയ പാർക്കുണ്ട്. ഈ പാർക്കിൽ നിന്ന് ബോട്ടിൽ നമുക്ക് ഈ ലേക്കിൽ നടുക്കുള്ള ബുദ്ധ സ്റ്റാച്യു ഇരിക്കുന്ന സ്ഥലത്തോട്ട് പോകാം. അവിടെ കുറേ സ്പീഡ് ബോട്ടും ഇതേപോലത്തെ മാനുവൽ ബോട്ട്സും ഉണ്ടായിരുന്നു. സ്പീഡ് ബോട്ട് കാണാൻ നല്ല രസമുണ്ടായി. പക്ഷേ അവരുടെ ഈ പോക്കും വരവും കണ്ടപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് ഈ വലിയ ബോട്ടിൽ കയറാം എന്നുള്ള തീരുമാനത്തിലെത്തി. ഈ ലേക്കിന് ഒരു ഹാർട്ട് ഷേപ്പാണെന്നാണ് പറയുന്നത്. അത് മുകളിൽ നിന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ ഒരു അടിപൊളി സെറ്റപ്പ് ആയേനെ. ഈ വെള്ളത്തിൻ്റെ നടുക്കെത്തി കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും നോക്കിയാൽ അവിടെയുള്ള സെക്രട്ടേറിയറ്റും ഈ അംബേദ്കറിൻ്റെ സ്റ്റാച്യുവും ഈ ബുദ്ധയുടെ സ്റ്റാച്യുവും എല്ലാം നമുക്ക് ഒരേപോലെ കാണാൻ പറ്റും. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള കാറ്റായിരുന്നു. ബുദ്ധയുടെ ഒക്കെ തല കണ്ടത് എങ്ങനെയാണെന്ന് എനിക്കേ അറിയുള്ളൂ. പക്ഷേ സ്പോട്ട് നല്ല അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ സന്തോഷത്തിൽ നേരെ പോയി ബിർള മന്ദിർ ഓടിക്കയറാനുള്ള ശ്രമം നടന്നുവെങ്കിലും വിശപ്പ് കാരണം ഞങ്ങൾ അതേപടി തിരിച്ചിറങ്ങി. സഹിക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ നേരെ ബിരിയാണി കഴിക്കാനായിട്ട് പോയി. ബിരിയാണി എന്ന് പറയുമ്പോൾ തന്നെ എന്തൊരു സമാധാനം. പറയുന്ന പോലെയല്ല, ഹൈദരാബാദി ബിരിയാണി ഈസ് വെരി ഗുഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിന് ശേഷം ഈ മാല കണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. നമ്മൾ പോയ സ്പോട്ട് ദ ഫേമസ് ചാർമിനാറാണ്. മനുഷ്യൻ്റെ കോൺസെൻട്രേഷൻ തെറ്റിക്കാനായിട്ട് മുന്നേ തന്നെ കുറേ കമ്മലും മാലയും കൊണ്ടുവന്ന് വെച്ചോളും. പക്ഷേ നമ്മൾ ഇതിനകത്തൊന്നും വീഴരുത്. നേരെ നമ്മൾ ചാർമിനാറിലേക്ക് കയറുന്നു. പക്ഷേ അതിന് മുന്നേ വേറെ എവിടെയോ വളകളിൽ കണ്ണുടക്കുന്നു, അവിടെ നിൽക്കുന്നു, വില പേശുന്നു, സാധനം വാങ്ങുന്നു. അതാണിപ്പോൾ ഉണ്ടായത്. സത്യം പറഞ്ഞാൽ കുറേ കാലം ഇങ്ങനത്തെ കളർഫുൾ വളങ്ങളൊക്കെ നേരിട്ട് കണ്ടിട്ട് അതിൻ്റെ ആക്രാന്താണ്, വേറൊന്നുമല്ല. ചാർമിനാർ ഞങ്ങൾ ദൂരെ നിന്ന് കണ്ട് ആസ്വദിച്ചു. എന്നിട്ട് വീണ്ടും തിരിച്ച് വളക്കടയിലേക്ക് കയറി. നമ്മുടെ ഫ്ലൈറ്റിനുള്ള സമയം അടുക്കുമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ചാർമിനാറിൻ്റെ ഉള്ളിലേക്ക് കയറാണ്ടിരുന്നത്. ഏതായാലും ഹൈദരാബാദ് എത്തിയ സ്ഥിതിക്ക് എന്തെങ്കിലും ഒന്ന് വാങ്ങാണ്ട് പോകുന്ന മോശമല്ലേ. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് വളയും സാധനങ്ങളും വാങ്ങി നേരെ എയർപോർട്ടിലേക്ക് പോയി. കുറച്ച് ലേറ്റായെങ്കിലും അവസാനം ഓടിക്കയറേണ്ട അവസ്ഥയൊന്നും വന്നില്ല. അവർ കയറിക്കോളാൻ സമ്മതിച്ചു. എനിക്ക് ഫ്ലൈറ്റൊക്കെ കാണുന്ന സമയത്ത് ഒരു ക്യാബിൻ ക്രൂ, ഒരു പൈലറ്റ്, ഇങ്ങനത്തെ എന്തെങ്കിലും ജോലി കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ ഒരു തോന്നലാണ്. എന്തായാലേ അപ്പോൾ ഓക്കെ, ബൈ.